അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അസ്സമിയാണ്. അസ്സമിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കേൾവിക്കുള്ള പ്രത്യേകതകൾ, അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ അറിയിപ്പുകൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. മനുഷ്യരായ നമ്മളും കേൾക്കുന്നവരാ. നമ്മളെ കേൾവിൻ്റെ പ്രത്യേകത നമ്മൾ കുറച്ച് മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ കേൾവി എന്ന് പറയുമ്പോൾ, അതേപോലെ നമ്മളുടെ കേൾവി എന്ന് പറയുമ്പോൾ അതിൽ സാദൃശ്യപ്പെടുത്തലും ഉപമിക്കലും പാടുള്ളതല്ല. അള്ളാഹു എത്ര സമ്പൂർണനാണോ അത്ര സമ്പൂർണമാണ് അള്ളാഹുവിൻ്റെ കേൾവിയും കാഴ്ചയൊക്കെ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. നമ്മൾ അപൂർണരാണ്. നമ്മളുടെ അപൂർണത അത് നമ്മുടെ സ്വഭാവങ്ങളിലും നമ്മുടെ വിശേഷണങ്ങളിലൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു, മനുഷ്യന്മാർ സമീഅാണ് ബസീറാണ്, കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. പക്ഷെ മനുഷ്യന്മാർ സമീഅാണ് ബസീറാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കേൾവി പോലെ, അള്ളാഹുവിൻ്റെ കാഴ്ച പോലെ കേൾവിയും കാഴ്ചയുള്ളവരാണ് എന്നല്ല. മനുഷ്യൻ എത്ര പോരായ്മയുള്ളവനാണോ, ന്യൂനതയും കുറവുള്ളവനാണോ, പരിമിതികളുള്ളവനാണോ, മനുഷ്യൻ്റെ കേൾവിക്കും ആ പരിമിതി ഉണ്ട്. നമുക്കൊരു നിർണിത കമ്പനം സൃഷ്ടിക്കപ്പെടുന്ന ശബ്ദവീചികൾ മാത്രമേ കേൾക്കാൻ സാധിക്കുള്ളൂ. എല്ലാ ശബ്ദങ്ങളും നമ്മൾ കേൾക്കുക ഇല്ല. ചില ശബ്ദങ്ങൾ അത് നമ്മളുടെ ചെവിക്കുടയിൽ കമ്പനം സൃഷ്ടിക്കാനല്ല, ശബ്ദങ്ങൾ വന്ന് നമ്മളുടെ ചെവിക്കുടയിൽ കമ്പനം സൃഷ്ടിച്ച് ആ കമ്പനങ്ങൾ നമ്മളുടെ കാതിലുള്ള ഈ നേർത്ത രോമങ്ങളുണ്ടല്ലോ അതെന്ത് ചെയ്യണം, ഉള്ളിക്കെത്തിക്കണം. എന്നിട്ട് ശ്രവണനാളികളിലൂടെ തലച്ചോറിലേക്ക് സന്ദേശം പോയിട്ട് വേണം നമുക്ക് കേൾക്കാൻ. അത് തന്നെ നമ്മളുടെ കാതിലെല്ലാ ശബ്ദവീചികളും കമ്പനം സൃഷ്ടിക്കൂല. അതില്ലാത്ത ശബ്ദങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കേൾക്കാത്ത എത്രയോ ശബ്ദങ്ങളുണ്ട്. നമ്മളെത്ര പോരായ്മയുള്ളവരാണ്, കുറവുള്ളവരാണ്. ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കൽ നമുക്ക് റഹ്മത്ത് കൂടിയാണ്, അനുഗ്രഹം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പല ശബ്ദങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കൽ നമുക്ക് നിഅമത്താണ്. അതുകൊണ്ട് പല ശബ്ദങ്ങളും നമ്മൾ കേൾക്കൂല, അത് അള്ളാഹിൻ്റെ റഹ്മത്താണ്. ഉദാഹരണത്തിന് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ, ജനാസ കൊണ്ടുപോകുമ്പോൾ ജനാസ സംസാരിക്കണില്ലേ? എന്താ ജനാസ പറയൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനാസ അത് സാലിഹത്താണ് എങ്കിൽ, നല്ല മയ്യത്താണ് എങ്കിൽ ആ മയ്യത്ത് പറയുമെന്നാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോയിട്ട് മറമാടി, വേഗം കൊണ്ടുപോയിട്ട് മറമാടി. ജനാസ സാലിഹത്തല്ല എങ്കിൽ, നല്ലതല്ല എങ്കിൽ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, ദുഷിച്ച ജനാസയാണ് എങ്കിൽ എന്താ ജനാസ പറയാ? യാ വൈലത ഐന തദ്ഹബൂന ബി, നാശമേ നിങ്ങൾ എന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നു? ശിക്ഷയാണ്, അദാബാണ്, നരകക്കുണ്ടുക്ക കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അത് വിളിച്ചു പറയുമെന്നാണ്, ജനാസ വിളിച്ചു പറയും, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്, നാശമേ എന്ന് പറയുന്നത്. ഈ കരച്ചിലും വിളിയാളവും നമ്മൾ കേൾക്കുന്നുണ്ടോ? ഈ കരച്ചിലും വിളിയാളവും നമ്മൾ കേൾക്കണില്ല. അത് കേട്ടിരുന്നുവെങ്കിൽ എന്താ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ബനൂ നജ്ജാർ ഗോത്രക്കാരുടെ ഒരു തോട്ടത്തിലൂടെ നടക്കല്ല അസ്തഗ്ഫിറുല്ലാഹ്, തിരുനബിയുടെ ഒരു ബഹലയുടെ പുറത്ത്, കോവർ കഴുതയുടെ പുറത്ത് സഞ്ചരിക്കുക. ഈ ബഹല, കോവർ കഴുത, അതിൻ്റെ പുറത്ത് റസൂലുള്ളാഹി ഇരിക്കുന്നുണ്ട്. ബനൂ നജ്ജാർ ഗോത്രക്കാരുടെ തോട്ടത്തിലെത്തിയപ്പോൾ വിറളി പൂണ്ട് ഓടാൻ തുടങ്ങി. റസൂലുള്ളാഹി ഇമ്മന്ന് മറിഞ്ഞു വീകുന്ന അവസ്ഥ വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു 4-5 ഖബറുകൾ കാണുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഈ ഖബറിലുള്ള ആളുകളെക്കുറിച്ച് ആർക്കാ അറിയാം? അപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്കറിയാം. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മത്താ മാത്ത ഹാവുല, ഇവരെന്നാ മരിച്ചേ? അപ്പോൾ പ്രതികരിച്ചു, മാത്തു ഫിൽ ഇഷ്റാഖ്, ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ മരിച്ചവരാണ്. അപ്പോൾ ഉടനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന ഹാദിഹിൽ ഉമ്മത്തു തുബ്തലാ ഫീ ഖുബൂരിഹാ ഫലൗലാ അല്ലാ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രി അല്ലദീ അസ്മഉ. ഈ ഉമ്മത്ത് അവരുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും. നിങ്ങളിൽ നിന്ന് മരിച്ചവരെ
നിങ്ങൾ മറമാടുകയില്ല എന്ന് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ കേൾക്കുന്ന ഖബർ ശിക്ഷ നിങ്ങൾക്ക് കൂടി കേൾപ്പിക്കുവാൻ ഞാൻ അള്ളാഹുവിനോട് ദുആയിരക്കുമായിരുന്നു. അപ്പോൾ ഖബറിലെ അദാബുണ്ട്. ആ ഖബറുകളിൽ നിന്ന് ചില വിളിയാളങ്ങൾ ഉയരുന്നുണ്ട്. ഖബറിലെ അദാബ് അത് പുറത്തേക്ക് അതിൻ്റെ ശബ്ദം വരുന്നുണ്ട്. പക്ഷേ അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളുടെ കാതുകൾക്ക് അത് ഹറാമാക്കി. അത് നമ്മൾ കേട്ടിരുന്നുവെങ്കിൽ നമ്മളിൽ നിന്ന് മരിച്ചവരെ നമ്മൾ കൊണ്ടുപോയിട്ട് മറമാടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് ഭയപ്പെട്ടത്. ഖബർ ശിക്ഷ നമ്മൾ കേൾക്കേണ്ടിയിരുന്നു. അപ്പോൾ ജീവിതം സന്തുലിതാകും. പക്ഷേ നമ്മളിൽ നിന്ന് മരിച്ചവരെ കൊണ്ടുപോയിട്ട് ആ കുഴിയിൽ നമ്മൾ മൂടൂല. ഇത് കേട്ട് നമ്മൾ പേടിച്ചിരുന്നുവെങ്കിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മനുഷ്യരുടെ കേൾവിയുടെ പ്രത്യേകത. നമ്മൾ കേൾക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു കേൾക്കുന്നവനാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ കേൾവിയും അള്ളാഹിൻ്റെ കേൾവിയും അത് വ്യത്യസ്തമാണ്. അള്ളാഹു സമ്പൂർണ്ണനാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ കേൾവിയും പരിപൂർണമാണ്. മനുഷ്യർ നമ്മൾ അപൂർണരാണ്, അതുകൊണ്ട് തന്നെ നമ്മളുടെ അപൂർണതക്കനുസരിച്ച് നമുക്കെല്ലാം കേൾക്കാൻ കഴിയില്ല. കേൾക്കണത് തന്നെ കൃത്യമായി കേൾക്കാൻ കഴിഞ്ഞോളുന്നില്ല. പല ശബ്ദങ്ങളും കേൾക്കാൻ നമുക്ക് അവസരമല്ല, കേൾക്കാൻ നമുക്ക് കഴിയൂല. അത്രമാത്രം പരിമിതിയും പോരായ്മയും ഉള്ളവനാണ് മനുഷ്യൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ? പറയാൻ കാരണം ഇസ്ലാമിൻ്റെ പേരിൽ ജന്മം കൊണ്ട ചില കക്ഷികളുണ്ട്, പിഴച്ച കക്ഷികൾ. അവർ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിച്ച്, അള്ളാഹു കേൾക്കുന്നവനാണെന്നുള്ളതിനെ നിഷേധിച്ച്, അള്ളാഹു കാണുന്നവനാണ് എന്നുള്ളതിനെ നിഷേധിച്ചു. അത് നിഷേധിക്കാൻ എന്താ കാരണം? കാരണം അവർ പറഞ്ഞത് അള്ളാഹു കേൾക്കുന്നവൻ, അള്ളാഹു കാണുന്നവൻ എന്ന് പറഞ്ഞാൽ പടച്ചോനെ നമ്മൾ മനുഷ്യരോട് സാദൃശ്യപ്പെടുത്തിയല്ലേ. അതുകൊണ്ട് നമ്മൾ അള്ളാഹു കേൾക്കുന്നു അള്ളാഹു കാണുന്നു എന്ന് പറയാൻ പാടില്ല എന്നവർ പറഞ്ഞു. യഥാർത്ഥത്തിൽ അവരുടെ വിവരം ശുഷ്കമാണ്, അവരുടെ നിലപാട് തെറ്റാണ്. അള്ളാഹു കേൾക്കുന്നു അള്ളാഹു കാണുന്നു എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണമാണ്, പരിപൂർണമായ കേൾവിയാണ്. മനുഷ്യൻ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ പോരായ്മകളോടുകൂടിയുള്ള കേൾവിയാണ്. അതിൽ അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തുന്ന ഒരു വിഷയമല്ല.